വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നെഞ്ചകങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നെഞ്ചകങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. സത്യപിതാവേ, മഹത്വത്തിന്റെ രാജാവേ, അങ്ങയുടെ നാമത്തിൽ ഈ സന്ധ്യാസമയത്തിൽ സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. 48ാമത് സഭാദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ തിരുവചനം ശ്രദ്ധിപ്പാൻ ഞങ്ങളിതാ വരുന്ന കർത്താവേ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ശിഷ്യന്മാരുടെ ബുദ്ധിയും തുറന്നതുപോലെ രാത്രികാലം ഞങ്ങളുടെ ബുദ്ധി അവിടുന്ന് തുറക്കണമേ. പൗലോസ് സംസാരിച്ചപ്പോൾ കർത്താവ് ബുദ്ധിയുടെ ഹൃദയം തുറന്നതുപോലെ രാത്രികാലം ഞങ്ങളുടെ ഹൃദയങ്ങൾ അവിടുന്ന് തുറക്കണമേ. അവിടുത്തെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ആത്മാവ് പറയുന്നത് കേൾപ്പാൻ ഞങ്ങളുടെ ചെവികൾ അവിടുന്ന് തുറക്കണമേ. ജീവിതത്തിന്റെ ഭാരം, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ആകുല ചിന്തകൾ, ഭയം കൊണ്ട് തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളക്കുവാൻ കഴിയാത്ത അവിടുത്തെ വ്യാപാര ശക്തിയാൽ എളിയ മക്കളെ സ്വതന്ത്രമാക്കണം, സൗഖ്യമാക്കണം, ജീവിപ്പിക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഈ രാത്രികാലം പുത്രനെ മഹത്വപ്പെടുത്തണമേ. പിശാചിന്റെ പ്രവൃത്തികൾ നാസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിർവീര്യമാക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നിങ്ങളാരും ആമേൻ പറയാറില്ലല്ലേ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം, അതിൻ്റെ 56-ഉം 57-ഉം വാക്യങ്ങൾ. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിച്ച് അറിയുന്നു. എന്നാൽ ഈ കാലത്തെ വിവേചിക്കുവാൻ അറിയാത്തതെന്ത്? ന്യായമായതെന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തതും എന്ത്? കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ നിങ്ങൾക്ക് അറിയാം, വിവേചിക്കുവാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിക്കുവാൻ അറിയാത്തത് എങ്ങനെ? ഈ കാലത്തെ വിവേചിച്ചറിയുക. യേശു ഇസ്രായേൽ ജനത്തോട് ശുശ്രൂഷിക്കുന്ന കാലത്തെക്കുറിച്ച് തിരുവചനത്തിൽ ഒരു പ്രത്യേക പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ തന്നെ നമ്മൾ വരുമ്പോൾ അവിടെ 19-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 19:21 മുതൽ 19:21 മുതൽ അവൻ നഗരത്തോട് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തോടെ നീ മറഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തുനിന്ന് ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ദൈവം മനുഷ്യനായി വന്ന് തൻ്റെ സ്വന്തം ജനമായ യഹൂദന്മാരോട്, ഇസ്രായേലോട് സന്ദർശിച്ച സമയമായിരുന്നു
യേശുവിൻ്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷ. പക്ഷെ അവരത് മനസ്സിലാക്കിയില്ല. അവരുടെ സമാധാനത്തിനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അവരത് ഉൾക്കൊണ്ടില്ല. അവനെ ക്രൂശിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ യേശുവിനെ ക്രൂശിച്ചു, ഉയർപ്പിച്ചു. ഇനി അടുത്ത ഡിസംബറിൽ വീണ്ടും ജനിക്കും. വീണ്ടും നമ്മൾ ഏപ്രിലിൽ ക്രൂശിക്കും, മേയിൽ ഉയർത്തെഴുന്നേൽക്കും. ഇങ്ങനെ കലണ്ടർ പരിപാടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ ക്രിസ്തീയ ജീവിതം ഇങ്ങനെ കലണ്ടർ പരിപാടിയല്ല. അപ്പോൾ ദൈവത്തിൻ്റെ സന്ദർശന സമയം അറിയുന്നില്ല എന്ന് കരഞ്ഞും കൊണ്ട് യേശു കർത്താവ് പറഞ്ഞു. അതോടൊപ്പം വേറൊരു കാര്യം കൂടെ പറഞ്ഞു, നിന്നെയും നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം വരും. ഇത് പറഞ്ഞ് 40 വർഷം കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചു. AD 70 യെരൂശലേം ദേവാലയം തകർക്കപ്പെട്ടു. ഇന്ന് വരെ അത് പണിതിട്ടില്ല. ഇന്ന് വരെ അത് പണിതിട്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സമയം അറിയുക എന്ന് പറയുന്നത് വളരെ ഗൗരവമേറിയതാണ്. ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ച് വേദത്തിൽ നിരവധി പദപ്രയോഗങ്ങളുണ്ട്. നമ്മുടെ സമയപരിമിതിയിൽ അതെല്ലാം നമുക്ക് ചിന്തിക്കുവാനായി കഴിയുന്നില്ല. എങ്കിലും ചില വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകും. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ക്ലോക്കിൽ ആ സമയത്തെക്കുറിച്ച് പറയുന്നത് എബ്രായരുടെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യമാണ്. എബ്രായരുടെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന സമയം ദൈവത്തിൻ്റെ ക്ലോക്കിൽ അന്ത്യകാലമാണ്. അന്ത്യകാലം അപ്പോഴേ അന്ത്യകാലം തുടങ്ങി. 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യകാലം തുടങ്ങി. മർക്കോസ് സുവിശേഷം എഴുതുമ്പോൾ മറ്റൊരു പദപ്രയോഗമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം വളരെ സുപരിതമായ വാക്യമാണ്. കാലം തികഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. കാലം തികഞ്ഞു. ഏത് കാലമാണ് തികഞ്ഞത്? ലൂക്കോസ് 16:16. ഞാൻ ഒരുപാട് വചനങ്ങൾ പറയും, അതെല്ലാം നിങ്ങൾ എടുത്ത് നോക്കാൻ ഇന്ന് നിങ്ങൾക്ക് കഴിയത്തില്ല. നാളെ മുതൽ എല്ലാവരും നോട്ട്ബുക്ക് കൂടെ കൊണ്ടുവരണം, പേനയും പെൻസിലും കൊണ്ടുവരണം, എഴുതിയെടുക്കണം. എഴുതിയെടുത്തേ പറ്റും. ജയിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കണം, അല്ലേ? പഠിക്കാതെ ജയിക്കുമോ? ഇപ്പോൾ കോവിഡ് ആയതിൻ്റെ എല്ലാവർക്കും ഹോൾ പ്രൊമോഷനാണ്. പക്ഷേ സ്വർഗത്തിലോട്ട് ഇങ്ങനെ ഹോൾ പ്രൊമോഷനൊന്നും ഇല്ല. പഠിച്ച് അതനുസരിച്ച് ജീവിച്ചാലേ മുകളിലോട്ട് കയറ്റി വിടും. മുകളിലോട്ട് പോകണമെങ്കിൽ അത് യേശു വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. നമുക്ക് സുപരിതമായ വാക്യമുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എല്ലാവരും എൻ്റെ അടുക്ക വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ബാക്കി അറിയാമോ? ബാക്കി നമ്മൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ. ബാക്കിയാണ് വളരെ ഇമ്പോർട്ടൻ്റ്. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-29. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ആത്മശാന്തി കിട്ടണമോ? പഠിക്കണം. യേശുവിൽ നിന്ന് പഠിക്കണം. രോഗശാന്തിക്ക് പഠിക്കണ്ട, അനുഗ്രഹം പ്രാപിക്കാൻ പഠിക്കണ്ട. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം കാണുന്നു ഞാൻ വിശ്വാസത്താൽ. എൻ്റെ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. രണ്ടും ആയില്ല, ഒന്നും ആയില്ല. പക്ഷെ എങ്കിലും നമ്മളൊന്ന് പാടുകയാണ് വിശ്വാസത്താൽ. മനസ്സിലായോ? ചിലപ്പോൾ എന്തൊക്കെ സംഭവിക്കും. പക്ഷെ മുകളിലോട്ട് പോകണമെങ്കിൽ മുകളിൽ നിന്ന് വന്നവൻ തന്നെ പറയുകയാണ്, എന്നിൽ നിന്ന് പഠിക്കണം. മരിച്ചു കഴിഞ്ഞ ശേഷം ഈ ആത്മാവിൽ നിത്യശാന്തി നേരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ശാന്തിയൊന്നും കിട്ടത്തില്ല. കർത്താവിൻ്റെ സത്യങ്ങൾ പഠിച്ചോ, കർത്താവ് പഠിപ്പിച്ചത് പഠിച്ച് അനുസരിച്ച് ജീവിച്ചുവോ, എങ്കിലേ മുകളിലോട്ട് പോകാം. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഏത് കാലമാണ് തികഞ്ഞതെന്ന് അവിടെ പറഞ്ഞിരിക്കുക. ലൂക്കോസ് 16:16 ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. സ്നാപക യോഹന്നാൻ വരെയായിരുന്നു. അന്നു മുതൽ ദൈവരാജ്യം
പ്രസംഗിച്ചു വരുന്നു. പുതിയൊരു കാലഘട്ടം തുടങ്ങി, ദൈവരാജ്യത്തിന്റെ കാലഘട്ടം. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. മനുഷ്യന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായി കഴിയും. യേശു ദൈവരാജ്യമാണ് പ്രസംഗിക്കുന്നത്. ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കാലം, കൃപയുടെ കാലം, സഭായുഗം എന്നെല്ലാം ഒരുപാട് പദപ്രയോഗങ്ങൾ അതിനുണ്ട്. ആ കാലം തീരാറായി, വാതിൽ അടയ്ക്കാറായി. ഇപ്പോൾ പള്ളികളുടെ വാതിലേ അടഞ്ഞുള്ളൂ, കൃപയുടെ വാതിലും അടയും. മറന്നുപോകരുത്. കഴിഞ്ഞ മാർച്ചിൽ വാതിലുകളെല്ലാം അടഞ്ഞു, പള്ളികളുടെ വാതിലെല്ലാം അടഞ്ഞപ്പോൾ കർത്താവേ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് കരുതുമ്പോൾ ദൈവാത്മാവ് ഒരു വചനം പ്രകാശിപ്പിച്ചു. മലാഖി പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. ശബ്ദവാർത്തരാക്ക് വായിക്കാമോ? മലാഖി 1:10. നിങ്ങൾ പലർക്കും സങ്കീർത്തനം എവിടെ കിടക്കുന്നല്ലേ അറിയാവും. കാരണം തുറക്കണത് സങ്കീർത്തനം. നമുക്ക് 4 സങ്കീർത്തനം മതി ജീവിക്കാൻ. 21-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം, 121-ാം സങ്കീർത്തനം, 34-ാം സങ്കീർത്തനം. ഇതുണ്ടെങ്കിൽ ജീവിച്ചു പോവാം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, സങ്കീർത്തനങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടെങ്കിൽ ദൈവം മനുഷ്യനായി യേശു ഈ ഭൂമിയിൽ വരേണ്ട ആവശ്യമില്ലായിരുന്നു. യേശു ഈ ഭൂമിയിൽ 3.5 വർഷം ദൈവിക മർമ്മങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. യേശു കാൽവരി ക്രൂശിൽ മാനവരാശിയുടെ പാപപരിഹാര ബലിയായി മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം നമുക്ക് ആവശ്യമുള്ളതെല്ലാം സങ്കീർത്തനത്തിലുണ്ടല്ലോ. ഒന്ന് ചിന്തിക്കണേ, ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ കേൾക്കാനായി പോകുന്നത്. വായിക്കാം. ഞാൻ പറഞ്ഞ വാക്യം മലാഖി 1:10. നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ആരെങ്കിലും വാതിൽ അടച്ചെങ്കിൽ കൊള്ളായിരുന്നു. മലാഖി പ്രവാചകൻ ആ പ്രവാചകനോട് പറയുക, ഇവിടെ വന്നെല്ലാം ഷോ കാണിക്കുകയാണ്, വെറുതെ വന്ന് കത്തിക്കുകയാണ്, ആരെങ്കിലും ഒന്ന് വാതിലടച്ചെങ്കിൽ കൊള്ളായിരുന്നു. ദൈവം പറയുക. അതിന്റെ ആരംഭം മുതൽ വായിക്കണം. ഞാൻ ദൈവമെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? എന്നോടുള്ള ഭയം എവിടെ? അപ്പൻ മകൻ അപ്പനെ ബഹുമാനിക്കേണ്ടതല്ലയോ? കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവഭയം നഷ്ടപ്പെട്ടു, എല്ലാം ഷോയാണ്. ആരാധന എല്ലാം ഷോ. ആരാധനയ്ക്കല്ല പ്രാധാന്യം. ഇപ്പൊ ഫുഡ് ഫെസ്റ്റിനാണ് പ്രാധാന്യം. തീറ്റി മത്സരം, പിന്നെ ആട്ടവും കൂത്തും ചാട്ടവും. ദൈവത്തിന് അന്നേ പറഞ്ഞാണ് ആരെങ്കിലും ഒന്ന് അടച്ചേ കൊള്ളായിരുന്നു. അതിപ്പോഴാണ് സംഭവിക്കുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തൊക്കെ ആയി തീരുമെന്ന് ചില കാര്യങ്ങൾ വചനത്തിലൂടെ ഞാനിന്നൊന്ന് സൂചിപ്പിച്ചു വിടാം. അതേ പറ്റത്തുള്ളൂ. കാരണം നമ്മളെല്ലാം ഒരുപാട് കേട്ടവരാണ്, ഒരുപാട് കേൾക്കാൻ ആവശ്യമില്ല. അപ്പോൾ ദൈവരാജ്യത്തിന്റെ പ്രവേശിക്കാനുള്ള കാലഘട്ടം ദൈവം തന്നിരിക്കുക. വാതിലെപ്പോഴും വേണമെങ്കിൽ അടയ്ക്കാം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകുമെന്ന് യേശു കർത്താവ് പറഞ്ഞു. നോഹ പെട്ടകം പണിതിട്ട് പാവം അപ്പൂപ്പൻ നിലവിളിച്ച് പ്രസംഗിച്ചു, വലിയൊരു വെള്ളപ്പൊക്കം വരാൻ പോകുന്നു, പെട്ടകത്തിൽ കയറി രക്ഷപ്രാപിക്കണം. പക്ഷികളും മൃഗങ്ങളും ഇടജാതികളും എല്ലാം കയറിയിട്ടും ഒരൊറ്റ മനുഷ്യൻ കയറിയില്ല. അപ്പൂപ്പനെന്തോ വട്ടിളകി. ദൈവം പറഞ്ഞു, നോഹയുടെ കുടുംബത്തെ അകത്ത് കയറിക്കൊള്ളാൻ പറഞ്ഞു. യഹോവ പെട്ടകത്തിന്റെ വാതിലടച്ചു. ഉടനെയൊന്നും മഴ പെയ്തില്ല. ദിവസം 1, 2, 3, 4, 5, 6. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ മൊട്ടം വെയിലാണ്. ഞാൻ എൻ്റെ ഭാവനയിൽ ചിന്തിക്കുക, നോഹയുടെ പെട്ടകത്തിന്റെ ചുറ്റും കോമഡി ഷോ, സ്റ്റാർ മാജിക്, ഇതെല്ലാം നടക്കുകയാണ് പരിപാടികൾ. കാരണം ഒരു അപ്പൂപ്പന് വട്ടളവിത ഇതിനകത്ത് കയറിയിരിക്കുക. 7ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ മഴ അങ്ങോട്ട് തുടങ്ങി. 40 രാവും 40 പകലും മഴ തോരാതെ.
വാതില് ഫിറ്റിയ ആള് വന്ന് മുട്ടിയിരിക്കാം. ഞാനാണ് ഈ വാതിൽ ഫിറ്റിയത്, എനിക്കെങ്കിലും ഒന്ന് തുറന്നതാ. ഞാൻ പറഞ്ഞു, ഞാനല്ല അടച്ചത്, താക്കോൽ വേറെ എൻ്റെ കയ്യിലാണ്. മനുഷ്യപുത്രന്റെ നാളിൽ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ സംഭവിക്കും. പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം വാതിൽ അടയ്ക്കും. അതുകൊണ്ട് കാലാവസ്ഥയെ നമുക്ക് വിവേചിച്ചറിയാൻ പറ്റുന്നു, കാര്യങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറയാൻ പറ്റുന്നു. പക്ഷേ ദൈവത്തിന്റെ ക്ലോക്കിൽ ഈ സമയത്തെ നിങ്ങൾ വിവേചിക്കാത്തത് എന്ത് എന്നാ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. വാസ്തവം പറഞ്ഞാൽ ഞാൻ വേറൊരു സന്ദേശമാണ് ഇവിടെ പ്രാരംഭ ദിവസം പറയുവാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ ഇന്ന് രാവിലെ ആത്മാവ് പറഞ്ഞു, ഇത് നീ പറയണം. ഈ കാലത്തെ മനസ്സിലാക്കണം. കാലത്തിന്റെ ഉടയവൻ, കാലത്തെ നിയന്ത്രിക്കുന്നവൻ പറയുകയാണ്, ദൈവമക്കൾ ഈ കാലത്തെ നന്നായി മനസ്സിലാക്കണം. അപ്പോസ്തലനായ പൗലോസ് ഈ കാലത്തെ കുറിച്ച് എഴുതുമ്പോൾ തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 2 തിമോഥെയോസ് 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നാം എന്താണ് വായിക്കുന്നത്? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. പെറിലസ് ടൈംസ് എന്ന് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നു. വല്ലാത്ത കാലഘട്ടമായിരിക്കും അന്ത്യകാലഘട്ടം. അവിടെ ഒന്നാമത് പറഞ്ഞിരിക്കുക, മനുഷ്യർ സ്വസ്നേഹികളായിരിക്കും, സ്വന്തം കാര്യം ചിന്താവാ. മറ്റാർക്ക് എന്തു സംഭവിച്ചാലും എനിക്കത് ബാധകമില്ല. സെൽഫ് ലവേഴ്സ്. ഇപ്പൊ എല്ലാം സെൽഫാണല്ലേ. പണ്ടൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ സ്റ്റുഡിയോ പോകണം, ഇപ്പൊ അത് സെൽഫി. എല്ലാം സെൽഫ്. എല്ലാം. എനിക്ക് ആരും വേണ്ട, ഭാര്യയും വേണ്ട, മക്കളെയും വേണ്ട, മാതാപിതാക്കളെയും വേണ്ട, ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട, ഈ ഒരു സാധനം കിട്ടിയാൽ മതി. എല്ലാം അതിനകത്തുണ്ടെന്നാണ്. സ്വസ്നേഹികൾ. അടുത്ത് പറയുക, ദ്രവ്യാഗ്രഹികൾ. എങ്ങനെയും പണം ഉണ്ടാക്കുക. കോവിഡ് മൂലം ഏകദേശം 1 വർഷമൊക്കെ എല്ലാം കടച്ചിട്ടിരുന്നു. തുറന്നു വിട്ടപ്പോൾ പിന്നെ പറയാനുണ്ടോ? എങ്ങനെയും മനുഷ്യൻ പണം ഉണ്ടാക്കും. മനുഷ്യനെ കൊന്ന് പണം ഉണ്ടാക്കും. ആഹാര പദാർത്ഥങ്ങളിൽ മായം ചേർത്ത്, വിഷം ചേർത്ത് പണമുണ്ടാക്കും. എങ്ങനെയും പണം ഉണ്ടാക്കുന്ന മാത്രമല്ല, മയക്കുമരുന്നുകൾ, ലഹരി വസ്തുക്കൾ കോടിക്കണക്കിന് നമ്മുടെ കൊച്ചു കേരളത്തിൽ വിറ്റഴിഞ്ഞു പോകുന്നു. പണമുണ്ടാക്കുന്ന മനുഷ്യൻ. ഇന്ന് എന്താണ് അവിടെ പറയുന്നത്? വായിക്കാം. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും, വമ്പ് പറയുന്നവർ. ഞാൻ ഏത് കുടുംബക്കാരനെന്ന് അറിയാമോ? ഞാൻ ഏത് ജാതിക്കാരനെന്ന് അറിയാമോ? ഏത് നാട്ടുകാരനെന്ന് അറിയാമോ? വമ്പ് പറയുകയാണ്. അടുത്ത അഹങ്കാരികളും അശുദ്ധന്മാർ, അല്ലേ, ദൂഷകന്മാർ. നുണപറച്ചിൽ. മറ്റുള്ളവർക്ക് നുണപറച്ചിൽ നടക്കുന്ന ചിലർക്ക് ഒരു വലിയ സന്തോഷം. ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ. അങ്ങനെയൊക്കെ ഉണ്ടോ? ദൈവം തന്റെ മക്കൾക്ക് കൊടുത്ത കൽപ്പനകൾ ഏറ്റവും ശ്രേഷ്ഠമായത് വാഗ്ദത്തത്തോടു കൂടിയ കൽപ്പനയാണ്. മക്കളെ, നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകേണ്ടതിന്, ഭൂമിയിൽ നന്മ പ്രാപിക്കേണ്ടതിന് അപ്പനെയും അമ്മയും ബഹുമാനിക്കാം. ഇപ്പൊ അത് നേരെ തിരിച്ചു പറയാം. അമ്മയപ്പന്മാരെ, നിങ്ങൾക്ക് ദീർഘായുസ്സ് ഉണ്ടാകേണ്ടതിന്, നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾക്ക് നന്മ ഉണ്ടാകേണ്ടതിന് മക്കളെ അനുസരിക്കും. എല്ലാം പിള്ള പറയും പോലെ തന്നെ. ഇല്ലെങ്കിൽ പിള്ള പറയുന്നത് എന്താണ്? കാണിച്ചു. എന്ത് കാണിച്ചു എന്ന് അറിഞ്ഞോളാം. മാതാപിതാക്കളെ അനുസരിക്കാത്തൊരു തലമുറ ഇന്നത്തെ പോലെ മറ്റേതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അന്ത്യകാലത്തിലെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അടുത്ത്, നന്ദിയില്ലാത്തവർ. ദൈവത്തോടും നന്ദിയില്ല, മനുഷ്യരോടും നന്ദിയില്ല. അടുത്ത്, അശുദ്ധ. വിശുദ്ധ ജീവിതത്തിലൂടെ സ്ഥാനമില്ല.
ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സവിശേഷത എന്ന് പറയുന്ന വിശുദ്ധിയാണ്. ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കുന്നത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അല്ലാതെ ദൈവം സ്നേഹം, സ്നേഹം, സ്നേഹമെന്നല്ല. ദൈവം സ്നേഹം, സ്നേഹം, സ്നേഹമെന്ന് വേറെ ഒരിടത്തും എഴുതിയിട്ടില്ല. പക്ഷേ എഴുതിയിട്ടുണ്ട് ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. പരിശുദ്ധനായ ദൈവം പാപിയായ മനുഷ്യനെ സ്നേഹിച്ചു. എന്തിനു വേണ്ടി? അവൻ പരിശുദ്ധനാകുവാൻ, വിശുദ്ധനാകുവാൻ. കർത്താവ് രണ്ടാമത് വരുന്നത് വിശ്വാസികളെ കൊണ്ടുപോകാനല്ല. ഇന്നത്തെ വിശ്വാസികളെല്ലാം കൂടെ ദൈവം സ്വർഗത്തിൽ കയറ്റിക്കൊണ്ട് പോയാൽ അവിടെ ഗതി എന്തായിരിക്കും? ഇന്നത്തെ വിശ്വാസികൾ, നിങ്ങൾക്കറിയാമോ ഏറ്റവും വലിയ വിശ്വാസി ആരാണെന്ന്? ഏറ്റവും വലിയ വിശ്വാസി ആരാണ്? യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 19-20. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ഏറ്റവും വലിയ വിശ്വാസി പിശാച. എൻ്റെ പിതാവ് CSC ഒരു അച്ഛനായിരുന്നു. 40 വർഷത്തോളം തിരുവറത്തിരുന്നിട്ടുണ്ട്, ഭരണിയത്തിരുന്നിട്ടുണ്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബ്രദർ എന്തുകൊണ്ടാണ് അച്ഛനാകാത്തത്? ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛനാണ്, എനിക്ക് 2 മക്കളുണ്ട്. അല്ല ബ്രദറെ, പള്ളിയിൽ അച്ഛനാകാത്തത്. ബ്രദറിന് പ്രാർത്ഥിക്കാൻ അറിയാം, പാടാൻ അറിയാം, പ്രസംഗിക്കാൻ അറിയാം. എന്തുകൊണ്ട് അച്ഛനാകാത്തത്? ഈ കോവിഡ് കാലത്ത് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാതെ ജീവിച്ച ഒരു കൂട്ടരുണ്ടെങ്കിൽ അച്ഛന്മാർ തന്നെ. പ്രത്യേകിച്ചും A ഗ്രേഡ്, B ഗ്രേഡ് സഭകളിലുള്ള അച്ഛന്മാർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞു, ഈ അച്ഛനായിരിക്കാന്ന് പറഞ്ഞാൽ പാട്ട് പ്രാർത്ഥനയും പ്രസംഗവും മാത്രമല്ല, കമ്മിറ്റി നടത്തണം, ജനറൽ ബോഡി നടത്തണം, പൊതുയോഗം. എൻ്റെ ചെറുപ്പകാലത്ത് തിരുസഭാ യോഗം എന്നായിരുന്നു അതിന് പേര്. ഇപ്പൊ അതിൻ്റെ പേര് ഇടവക യോഗം എന്നാണ്. ഈ ഇടവക യോഗം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു സർക്കസ് കളി നടത്തും പോലെയാണ്. ഇടവയോഗം തുടങ്ങിക്കഴിഞ്ഞാൽ മുമ്പിലിരിക്കുന്ന മനുഷ്യരൊക്കെ പല രീതിയിലാവും. ആന, കടുവ, സിംഹം, പുലി, കുരങ്ങ്, തത്തമ്മ, പൂച്ച എല്ലാം കാണും. ഇവരേതെങ്കിലും ഇങ്ങനെ ചാടി വരുമ്പോൾ പ്രാണഭയത്തിൽ അച്ഛൻ പറയുകയാണ്, സഹോദര സഹോദരി, യേശുവിന്റെ നാമത്തിൽ അവിടെ ഇരിക്കണം. എന്തായിരിക്കും പ്രതികരണം? യേശു. കാരണം യേശുവിന് വിശ്വാസമില്ല, പിശാചി പിടിച്ചിട്ടില്ല. പിശാചി പിടിച്ചതായിരുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ അനുകൂലമില്ല. ഇതിന് പിശാചുമില്ല, വിശ്വാസമില്ല. കർത്താവ് വിശ്വാസികളെ കൊണ്ടുപോകാനല്ല വരുന്നത്, വിശുദ്ധന്മാരെ. മറന്നുപോകരുത്, ഓരോ അടക്ക ശുശ്രൂഷയിലും ബോഡി കല്ലറയിൽ വെച്ചിട്ട് ക്രൈസ്തവ അടക്ക ശുശ്രൂഷയിൽ അവസാനം പറയുന്ന ഒരു വാക്യമുണ്ട്. വെളിപ്പാട് 20:6. വെളിപ്പാട് 20:6. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. കാഹളം ധരിക്കുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ആര്? വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. അതുകൊണ്ട് വിശ്വാസം കൊണ്ട് തൃപ്തിപ്പെടരുത്. നമ്മൾ ഈ വിശ്വാസികൾ, വിശ്വാസ സമൂഹം എന്ന് പറഞ്ഞങ്ങ് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഓരോ ലേഖനവും എഴുതുമ്പോൾ അതിന്റെ ആദ്യത്തെ 2 വരികൾക്കാണ് വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, വിശ്വാസികൾക്ക് എഴുതുന്നതല്ല. തെസ്സലോനിക്കയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, കൊലോസിയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, എഫെസോസിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. പക്ഷെ ഇന്നിവിടെ വിശുദ്ധിക്ക് വല്ല സ്ഥാനമുണ്ടോ? അശുദ്ധരും, അടുത്ത വാത്സല്യമില്ലാത്തവർ, മനസ്സലില്ലാത്തവർ, സ്വന്തം മകളെ മാറോട് ചേർത്ത് വെച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന അപ്പൻ. അതാണ് ലേറ്റസ്റ്റ്. പിന്നെ ജോളിയുടെ മനസ്സ് നമുക്ക് പറയണ്ടേ, 6 എണ്ണത്തിനെ കൊടുത്ത് അയച്ചു. വാത്സല്യം നടിക്കുന്നു, പക്ഷേ വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ. ആനയെ വേണമെങ്കിലും മെരുക്കാം, ചില മനുഷ്യരെ മെരുക്കാൻ പറ്റില്ല. ഈ മെരുങ്ങാത്ത മനുഷ്യർ ചില നായ്ക്കളെ മെരുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ.
നായ വരുത്താൻ നോക്കും, പക്ഷെ ഇവൻ ആർക്കും വരുന്നു? ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാർ, സെൽഫ് കൺട്രോൾ പോയി. അതാണ് ഇന്ദ്രിയ ജയമില്ലാത്തത്. പീഡനങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയെത്ര പീഡന കേസുകൾ എവിടെയെല്ലാം പിടിച്ചാലും പിന്നെയും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നു. സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ടു. ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല. അജിതേന്ദ്രിയന്മാർ, ഉഗ്രന്മാർ, സൽഗുണ ദ്വേഷികൾ. ആരെങ്കിലും ഒരു വിശുദ്ധി ചെയ്യണം, ദൈവത്തെ ഭയപ്പെട്ടെങ്കിൽ ഓ നീ ഉടലോടങ്ങ് സ്വർഗത്തിൽ പോകും, നീ മാത്രമേ പോകൂടെ. സൽഗുണ ദ്വേഷികൾ, ദ്രോഹികൾ. നിങ്ങളത് ചിന്തിച്ചുകൊണ്ടാ മതി. അടുത്ത ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ, ദൈവ സ്നേഹമില്ലാതെ ഭോഗപ്രിയരായി, ആഡംബരത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ഇതാണ് ലാസ്റ്റ് ടൈമിലെ ജനത്തിന്റെ സ്വഭാവം. വേഷമൊക്കെ ഭയങ്കര ഭക്തിയുടെ വേഷമാണ്. സ്വോത്രം സ്വോത്രം ഹല്ലേലൂയ എല്ലാം ഉണ്ട്, പക്ഷെ സൂത്രം വിട്ടിട്ടില്ല, സ്വഭാവം മാറിയിട്ടില്ല. കോവിഡ് വന്നു, ആരുടെയെങ്കിലും സ്വഭാവം മാറിയോ? ഭക്തിയുടെ വേഷമുണ്ട്, ശക്തി, ദൈവസ്നേഹമില്ല. ക്രിസ്തീയ ജീവിതം ദൈവശക്തിയാൽ നിറഞ്ഞുള്ള ജീവിതമാണ്. നാം അതിനെക്കുറിച്ച് ദൈവം അനുവദിച്ചാൽ നമ്മൾ നാളെ ചിന്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ജനം മാറുമ്പോൾ മുമ്പും ദൈവം ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 13-ഉം 14-ഉം വാക്യങ്ങൾ. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 13-ഉം 14-ഉം വാക്യങ്ങൾ. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ. ആരാണ് ഈ ജ്ഞാനമെന്നുള്ള പറഞ്ഞിരിക്കുന്നത്? ദൈവം. ദൈവം പറയുകയാണ്, മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ, ദേശത്തെ തിന്നുകുടിക്കേണ്ടതിന് വെട്ടിക്കിളിയോട് കൽപ്പിക്കുകയോ, എന്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി, പകർച്ചവ്യാധി അയക്കുകയോ ചെയ്താൽ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖത്തേക്ക് നോക്കി തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുന്നു. മഹാമാരി മാറണമോ? വെറും പ്രാർത്ഥന കൊണ്ട് മാറില്ല. തുടങ്ങിയപ്പോൾ ഒരുപാടൊക്കെ പ്രാർത്ഥിച്ചു, ശാസിച്ചു. അതൊക്കെ പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം പരിഹാസ വിഷയങ്ങളായി മാറി. തീ അയക്കുന്നു കൊറോണയുടെ മേലെ. എവിടെ പോയി തീയൊക്കെ? ഒരു പള്ളിയിൽ 24 മണിക്കൂർ പ്രാർത്ഥന കൊറോണ മാറാൻ. കഴിഞ്ഞ കൊല്ലത്തെ മാറി. ഞാൻ പറഞ്ഞു 24 മണിക്കൂർ പ്രാർത്ഥിച്ചാലും 48 മണിക്കൂർ പ്രാർത്ഥിച്ചാലും കൊറോണ മാറില്ല. കാരണം ദൈവം അയക്കുമ്പോൾ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. വെറുതെ അല്ല ദൈവം മനുഷ്യനെ വേദനിപ്പിക്കുന്നത്. ദൈവം സാഡിസ്റ്റ് ഒന്നുമല്ല. വിലാപങ്ങളുടെ പുസ്തകം. വിലാപങ്ങൾ എവിടെയാണെന്ന് അറിയാമോ? യെരമ്യാവ് കഴിഞ്ഞ ഉടനെയാണ് വിലാപങ്ങൾ. 3-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ. ഇന്നിപ്പോൾ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം 1 വർഷം പള്ളിയൊക്കെ അടച്ചിട്ടിരുന്നപ്പോൾ പള്ളിയില്ലെങ്കിലും കാര്യങ്ങളൊക്കെ പോകുന്നു മനസ്സിലായി. ചില വിചാരിച്ചു മരിക്കുമ്പോൾ ആത്മാവിനെ അച്ഛൻ അയച്ചാലേ പോകുള്ളൂ. ഇവിടെ അയക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. അങ്ങ് ചുടുകാട്ടി കൊണ്ടുപോയി അങ്ങ് ദഹിപ്പിച്ചു. ആ ആത്മാവ് കൂടെ പോയി. അപ്പൊ ഇതിലൊന്നും കാര്യമില്ലെന്ന് ആളുകൾക്ക് മനസ്സിലായി. ഇതിലൊന്നും കാര്യമില്ലെന്ന് തന്നെയാണ് ദൈവവും പറയുന്നത്. ദൈവം ആരാണെന്നറിയുന്നു. ദൈവത്തെ ഭയപ്പെടണം. വായിക്കാം വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 37 മുതൽ.
കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്. അടുത്ത്, അത്യുന്നതന്റെ വായിൽ നിന്ന് നന്മയും തിന്മയും. ദൈവത്തിന്റെ വായിൽ നിന്ന് നന്മയും വരും തിന്മയും വരും, അതറിയണം. അടുത്ത് ഇടയ്ക്ക് ഞാൻ ചില വാക്ക് അടുത്ത് പറയാണ്, അവൻ ദുഃഖിപ്പിച്ചാലും. 32, അവൻ ദുഃഖിപ്പിച്ചാലും തൻ്റെ മഹാദയയ്ക്ക് ഒത്തവണ്ണം അവന് കരുണ തോന്നും. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ചു വ്യസനിപ്പിക്കുന്നത്. ദൈവം മനസ്സോടെയൊന്നും അല്ല ഇങ്ങനെയല്ല ഇതിനെ അഴിച്ചു വിട്ടിരിക്കുന്നത്, മനസ്സോടെയൊന്നും അല്ല. പക്ഷെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതാണ് അടുത്ത് പറയുന്നത്. എന്താണ്? 37 വരെ വായിച്ചല്ലോ. 39, മനുഷ്യൻ ജീവനുള്ള കാലമൊക്കെയും നെടുവേർപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? ജീവിച്ചിരിക്കുന്ന കാലമൊക്കെയും മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് ഈ നെടുവേർപ്പെട്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് വാസ്തവമായി നെടുവേർപ്പെടേണ്ടതെന്ന് അടുത്ത് പറയുക. ഓരോരുത്തരും തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് നെടുവേർപ്പെടട്ടെ. പാപം അത് പള്ളിയിൽ ചെന്ന് പറയാനുള്ളതാണ്. ഇന്ന് ഏത് പാപം? പാപമേറ്റ് പറയുന്ന സമയത്ത് വേറെ അടുത്ത പാട്ടയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ പാപമേറ്റ് പറയുന്നത്. പാപം കളിയല്ല. കർത്താവ് കാൽവരിയിൽ താർക്കപ്പെടേണ്ടത്, താഴ്ക്കപ്പെട്ടത് പാപപരിഹാരത്തിനായിട്ടാണ്. എന്താണ് പാപം? യെശയ്യാവ് 53:6 പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് മരിക്കുന്നതിന് 800 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിന്റെ മരണത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുക. യെശയ്യാവ് 53:6. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നതാണ് പാപം. നേതൃത്വത്തിന് വിധേയപ്പെടാതെ തോന്നിയതുപോലെ ജീവിക്കുന്നതാണ് പാപം. ഇടയിലില്ലാത്ത ആടുകളെ പോലെ ജീവിക്കുന്നതാണ് പാപം. ഇത് ഞായറാഴ്ച എന്ന് പറയും, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ തെറ്റിയിരുന്നു, ഇപ്പൊ വന്നിരിക്കുകയാണ്, കണ്ടോണം കർത്താവ്, അടുത്ത ആഴ്ച കണ്ടാവാകാം. 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അത് തന്നെ പറയും. ഒരിക്കലും കണ്ടുകിട്ടിയ ആടാവില്ല. കർത്താവേ, ഞാൻ കാണാതെ പോയ ആടായിരുന്നു, അവിടെ നിന്ന് കണ്ടെടുത്തതിനായ സ്തോത്രം. അങ്ങ് അനുഗമിക്കുവാൻ അവിടെ നിന്നെ സ്വീകരിച്ചതിനായ സ്തോത്രം. പള്ളിയിൽ പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് പാപമില്ല നാം പറയുന്നത്? അടുത്ത് പറയുക, സത്യം നമ്മിൽ ഇല്ലാതെയാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല, ഞാൻ വിശ്വാസിയാണ്, നല്ല വിശ്വാസിയാണ്. യേശുവിന്റെ കാലത്തെ ആൾക്കാർ സാധാരണ പാപികളൊന്നും ആയിരുന്നില്ല, പരീശന്മാരെന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അവർ സ്വയം നീതിമാന്മാരെന്നാണ് അഭിമാനിച്ചിരുന്നത്. ആഴ്ചയിൽ 2 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, നേടുന്നതിലൊക്കെയും ദശാംശം, പിടിച്ചു പറിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല. ആളുകൾ ഡീസന്റ് ആയിട്ടാണ് നടക്കുന്നത്. പട്ടണത്തിൽ പാപിയായ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ന്യായപ്രമാണപ്രകാരം ഇവരെ കല്ലെറിഞ്ഞുകൊള്ളണം. അങ്ങ് എന്ത് പറയുന്നു? യേശുവേ, നീ എന്ത് പറയുന്നു? യേശു പറഞ്ഞു, നിങ്ങൾ പാപമില്ലാത്തവൻ അവിടെ കല്ലെറിയട്ടെ. വ്യഭിചാരം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ എറിയാൻ ഒരുപാട് പേരുണ്ട്. കാരണം പരീശന്മാരും ശാസ്ത്രിമാരൊന്നും വ്യഭിചാരം ചെയ്യുന്നവരല്ല. പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആർക്കും കല്ലെറിയാൻ കഴിയുന്നില്ല. പാപം എന്താണെന്ന് അറിയണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിച്ചാലേ മനസ്സിലാവും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ 1 യോഹന്നാൻ 1-ാം അധ്യായം 8-ഉം 10-ഉം വാക്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത്. നാം പാപം ചെയ്തിട്ടില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ ദൈവത്തെ കള്ളനാക്കുന്നു.
ദൈവത്തെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഇല്ലാതായതുകൊണ്ടാണ്. ദൈവത്തിന്റെ വചനം നമ്മെ ശുദ്ധീകരിക്കേണ്ടതാണ്, നമ്മെ ജീവിപ്പിക്കേണ്ടതാണ്, പാപബോധം ഉളവാക്കേണ്ടതാണ്. നമ്മൾ ശരീരത്തിന്റെ അനുഗ്രഹവും സൗഖ്യവും മാത്രം പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ വെറുതെ അല്ല മനുഷ്യനെ ദുഃഖിപ്പിക്കുന്നത്, അവന്റെ പാപങ്ങളെ ഓർത്ത് അവൻ വെളിപ്പെടുത്തണം. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി, ദൈവമില്ല, സ്വർഗമില്ല, നരകമില്ല എന്ന് പറയത്തക്കവണ്ണം മനുഷ്യനെ മാറ്റിക്കളഞ്ഞു. പാപം വളരെ ഗൗരവമേറിയതാണ്. അതുകൊണ്ട് ദേശത്ത് നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് മരവിച്ചു പോകരുത്, കഠിനമാക്കപ്പെടരുത്. ദൈവവചനത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം നാം മനസ്സിലാക്കണം. ഇന്ന് നാം വായിച്ച തിരുവചനം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. യെരമ്യാ പ്രവചനം 9 മനുഷ്യന്റെ ശവശരീരങ്ങൾ ചാണകം പോലെ വീഴുകയാണ്. ഓക്സിജൻ ഇല്ലാത്ത മൂലം എത്ര പേർ മരിക്കുന്നു? കോടിക്കണക്കിന് ആളുകൾ ലോകത്തിൽ ബാധിതരായി, 14 കോടിയിലധികം, ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. ഇന്ത്യയിൽ കേരളത്തിൽ കഴിഞ്ഞ ദിവസം 22,000, ഇന്നത്തെ അറിഞ്ഞില്ല. ആരുടെ കണ്ടുകൊണ്ടിരിക്കും? എങ്ങോട്ട് പോകുന്നു? ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. 2-3 വചനങ്ങൾ പെട്ടെന്ന് പറയട്ടെ. ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായം. വീട്ടിൽ പോയിട്ട് ആമോസിന്റെ പ്രവചന പുസ്തകം മുഴുവനൊന്ന് വായിക്കണേ, സമയമെടുത്ത്. അവിടെ ആമോസിന്റെ പ്രവചന പുസ്തകം 4-ാം അധ്യായത്തിൽ ദൈവം തന്നെ ജനത്തോട് സംവാദിക്കുകയാണ്. അവിടെ ചില ചൂണ്ടലിനെ കുറിച്ചും കൊളുത്തിനെ കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ഡോക്ടർ പറയുന്നുണ്ട്, ഈ കൊറോണയ്ക്ക് കൊളുത്ത കൊണ്ടെന്നാണ്, ലോക്ക് കൊണ്ട്, ലോക്കിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ കോവിഡ് വാക്സിൻ ആ ലോക്കിനെ തകർക്കും എന്നൊക്കെയാണ് പറയുന്നത്. ആമോസ് 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളുടെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടൽ കൊണ്ടും പിടിച്ചു പോകുന്ന കാലം നിങ്ങൾക്ക് വരും. ഈസി 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുക. കൊളുത്തുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകും. കാരണം പറഞ്ഞിട്ട് കേട്ടില്ല, കൊളുത്തിട്ട് പിടിക്കാൻ പോയാൽ, ചൂണ്ടലിട്ട് പിടിക്കാൻ പോവുക. സീരിയസ് ആയിട്ടാണ് പിന്നെ അടുത്ത് പറയുന്നത്. എന്താ? 6-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളുടെ പട്ടണങ്ങളിൽ നിങ്ങളുടെ പല്ലിന് വെടിപ്പും എല്ലായിടത്തും അപ്പത്തിൻ്റെ കുറവും വരുത്തിയിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. ഭക്ഷ്യക്ഷാമം വന്നിട്ടും തിരിഞ്ഞില്ല. ഭക്ഷ്യക്ഷാമം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞൊരു വർഷം നമുക്ക് കിറ്റ് കിട്ടി, ഒരു വിധം അഡ്ജസ്റ്റ് ചെയ്ത് പോയി. വടക്കേന്ത്യയിൽ കർഷക സമരം, പല സാധനങ്ങളും കിട്ടാതായി വരുന്നുണ്ട്, വലിയൊരു ക്ഷാമം വരുന്നു. അടുത്ത് പറയുക, ഒരു പട്ടണം മറ്റൊരു പട്ടണത്തിലേക്ക് കുടിവെള്ളത്തിന് പോയി. കഴിഞ്ഞ പ്രളയകാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ എത്രയോ ടാങ്കറുകളിലാണ് മദ്രാസിലേക്ക് കുടിവെള്ളം കൊണ്ടുപോയി. ഇനിയും അതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. കുടിവെള്ള ക്ഷാമം. അടുത്ത്, എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. എന്നിട്ട് പറയുക, കൃഷിനാശം സംഭവിച്ചു, എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. 9-ാം വാക്യം, മിസ്രൈമിൽ എന്ന പോലെ മഹാമാരി ഞാൻ നിങ്ങളുടെ ഇടയിലയച്ചു, എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. സോദോം ഗൊമോറയിൽ പോലെ വലിയ തീപിടുത്തങ്ങൾ, വലിയൊരു ഉന്മൂല നാശമൊക്കെ ഉണ്ടായി. അതിൽ നിന്ന് നിങ്ങൾ അത്ഭുതകരമായി വിടിവിച്ചു, എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. അപ്പൊ ഇത് ആരോടാണ് സംസാരിക്കുന്നത്? കോവിഡ് വരാത്തവരോടാണ്. ദൈവം എന്നെ നടത്തി, സ്തോത്രം സ്തോത്രം എന്ന് പറയുമ്പോൾ തന്നെ ദൈവം പറയാണ്, ഞാൻ നിങ്ങളെ സംരക്ഷിച്ചു, പക്ഷെ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് ദൈവത്തിലേക്ക് തിരിയുന്നത്? എല്ലാ ഞായറാഴ്ചയും കേട്ടതല്ലേ എങ്ങനെ ദൈവത്തിലേക്ക് തിരിയണമെന്നുള്ളത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വചനം ഓർമ്മ വരും. ദുഷ്ടൻ തന്റെ വഴിയെയും നീതി കെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയട്ടെ. തിരിഞ്ഞിട്ടുണ്ടോ? ദൈവം അതാണ് നോക്കുക. അങ്ങനെയാണ് തിരിയേണ്ട. അല്ല ചുമ്മാ ദൈവമേ രക്ഷിക്കണേ, വിടുവിക്കണേ, അനുഗ്രഹിക്കണേ, സൗഖ്യമാക്കണേ എന്നല്ല. വിടേണ്ടത് വിടണം. ജീവിത
ജീവിത ശൈലി വിടണം. ദുഷ്ടൻ ആരാണ് ഈ ദുഷ്ടൻ? കഴിഞ്ഞ മാസത്തിൽ ഞാൻ LMS കാമ്പൗണ്ടിൽ നിൽക്കുമ്പോൾ പ്രായം ചെന്ന 2 അച്ഛന്മാരെ എന്നെ കണ്ടിട്ട് പറയാണ്, സാറേ ദൈവം മരിച്ചുപോയി കേട്ടോ, ദൈവം മരിച്ചുപോയി, അല്ലെങ്കിൽ അങ്ങനെ ഉറങ്ങുകയായിരിക്കും. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ഒരു വചനം കൊണ്ടുവന്നു. ദൈവം മരിച്ചിട്ടില്ല, ദൈവം ഉറങ്ങുന്നില്ല, ദൈവം ഉണ്ടാതിരിക്കുകയാണ്. ദൈവം ഉണ്ടാതിരിക്കുമോ? ഉണ്ടാതിരിക്കും. 400 വർഷം ദൈവത്തിന്റെ ജനം ഫറവോന്റെ അടിമത്തിൽ കിടന്നിട്ട് ദൈവം മിണ്ടിയില്ല. അവരെ നിലവിലെല്ലാം കണ്ടു കേട്ടു, മിണ്ടിയില്ല. 400 വർഷം കഴിഞ്ഞിട്ടാണ് മോശയെ എഴുന്നേൽപ്പിച്ച് അവരെ വിടിവിക്കാനുള്ള പദ്ധതി ഇട്ടത്. പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചിട്ട് വീണ്ടും 400 വർഷം ദൈവം മിണ്ടിയില്ല. അവസാനം സംസാരിച്ചാണ് മലാക്കി ഈ വാതിലൊക്കെ അടഞ്ഞ് കൊള്ളായിരുന്നത്. പിന്നെ 400 വർഷം കഴിഞ്ഞാണ് സ്നാപകയോഹന്നാനിലൂടെ ദൈവം സംസാരിക്കുന്നത്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ഇതുപോലെ ദൈവം മിണ്ടാതിരിക്കുന്നു. സ്നേഹമുള്ളവർക്ക് ദൈവം സംസാരിക്കും, അല്ലാതെ ദൈവം ചില സന്ദർഭങ്ങളിൽ മിണ്ടാതിരിക്കുന്നുവെങ്കിലും ദൈവം നമുക്ക് വചനം തന്നിട്ടുണ്ട്. 50-ാം സങ്കീർത്തനത്തിൽ 16-ാമത്തെ വാക്യം ഞാൻ സ്പീഡിൽ വായിച്ചു പിടിക്കുകയാണ്. 50-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം മുതൽ എന്താണ് അവിടെ? ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു. ദുഷ്ടൻ ആരാണ്? ദുഷ്ടനെന്നാണ് നമ്മളിവിടെ കാണുന്നത്. നീ എൻ്റെ ചട്ടങ്ങളെ അറിയിക്കുവാൻ, എൻ്റെ നിയമത്തെ നിന്റെ വായിലെടുക്കുവാൻ നിനക്ക് എന്ത് കാര്യം? ഇന്ന് ആർക്കും പ്രസംഗിക്കാം, ആർക്കും ശാസിക്കാം, ജീവിതമൊന്നും എങ്ങനെ പോയാലും കുഴപ്പമില്ല. ദൈവം ചോദിക്കണം, നീ എൻ്റെ വചനങ്ങൾ നിന്റെ വായിലെടുക്കാൻ നിനക്ക് എന്ത് കാര്യം? നീ ശാസനയെടുത്ത് എൻ്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കൊള്ളുന്നല്ലോ. കള്ളനെ കണ്ടാൽ അവൻ അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൊള്ളുന്നു, നിന്റെ വായ് ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദരനോട്, ആരാണ് ഇവിടുത്തെ സഹോദരൻ? സഭയിലുള്ള കൂട്ടു സഹോദരങ്ങളെ, കൂട്ടുവിശ്വാസികളോട് അതെ ഇരുന്ന് വിരോധമായി സംസാരിക്കുന്നു. അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കുക, ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു, ഞാൻ നിന്നെ ശാസിക്കും, നിന്റെ കണ്ണിന് മുമ്പിൽ നിരത്തി വയ്ക്കുന്നു. അങ്ങനെ ഒരു സമയമുണ്ട്. ദൈവം എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ദൈവം നേരത്തെ ദൈവത്തിൻ്റെ ക്യാമറ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടത്തെ ഒന്നും ഇതൊന്നും കേട്ടില്ല എന്ന് പോലും ഇനി അന്ന് പറയാൻ പറ്റില്ല. അപ്പോഴാ ക്ലിപ്പിട്ട് പെഞ്ഞോമോ സാർ വന്ന് പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കേട്ട് ശാസിച്ച് കണ്ണിൽ നിരത്തി വയ്ക്കുന്നു. ദൈവത്തെ മറക്കുന്നവരെ വായിക്കാം. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളേ, അല്ലെങ്കിൽ ഞാൻ നീറിക്കളയും, പിടിപ്പാൻ ആരും ഉണ്ടാകില്ല. വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തെ മറക്കുന്നത്. ദൈവം നടത്തുന്നു. ദൈവം സകല ജഡത്തിൻ്റെയും ദൈവമാണ്, അതറിയണം. യൂസഫ് അലി ഹെലികോപ്റ്ററോടെ വീണപ്പോൾ ദൈവം അത്ഭുതമായിട്ട് അദ്ദേഹത്തെ രക്ഷിച്ചു. കോവിഡ് വന്നപ്പോൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല സുരക്ഷിതരായിരിക്കുന്നത്, അനേകർ സുരക്ഷിതരായിരിക്കുന്നു. മരിച്ചത് ക്രിസ്ത്യാനികളും മരിച്ചു. ദൈവം സകല ജഡത്തിൻ്റെയും ദൈവം. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ പിതാവാണ്. കാണുകയും നാം ദൈവം മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകുന്നു. മക്കൾക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. മരണം ജീവിതത്തിന്റെ അവസാനമല്ല. എൻ്റെ കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഞാൻ മരിച്ചു പോയാലും എനിക്കൊരു ഉറപ്പുള്ള പ്രത്യാശയുണ്ട്. കർത്താവ് സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുന്നു. അതുകൊണ്ട് ഈ കാലത്തിൽ നന്നായി തിരുവചനത്തിലൂടെ മനസ്സിലാക്കി ദൈവത്തിലേക്ക് മടങ്ങി വരണം. പാപങ്ങളെ ഓർത്ത് നിരുപേക്ഷണം. നീതികെട്ട വിചാരങ്ങളെ ഉപേക്ഷിക്കണം. വീണ്ടും ഈ വചനങ്ങളിൽ നിന്ന് ഭവനത്തിൽ പോയി ധ്യാനിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ അതിനുവേണ്ടി സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്തുതിപിതാവേ, ഒരു ദുഷ്ടലോകത്തിൽ, ദുഷ്കാലത്തിൽ, ദുർഘട സമയത്തിൽ
ഞങ്ങൾ ജീവിക്കുന്നു. ദൈവവിശ്വാസം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളായിരിക്കുന്നത്. ചടങ്ങുകൾ കണ്ട് അങ്ങ് ഭാരപ്പെട്ട് ആരെങ്കിലും വാതിലെ കടത്തിങ്കിൽ കൊള്ളാനെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതായി നിങ്ങൾ തിരുവനന്തപുരം വായിച്ചു. അങ്ങ് മനുഷ്യനെ വേദനിപ്പിച്ച് സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല. വേദനിക്കുമ്പോഴെങ്കിലും ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ എന്നാണ് അങ്ങയുടെ ആഗ്രഹം. പാപങ്ങളെ ഓർത്ത് നെടുവീർപ്പെടട്ടെ എന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആ സത്യങ്ങൾ പ്രിയ മക്കളോട് അടിയൻ ഈ രാത്രിയിൽ പറഞ്ഞിരിക്കുകയാണ്. പിതാവേ, ഈ രാത്രി ഭവനത്തിൽ കടന്നുപോയി ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പാൻ, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുടർന്നും പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം സത്യവചനമാണെന്ന് ഇവർ അറിയേണ്ടതിന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സൗഖ്യങ്ങളാലും ഈ വചനത്തെ ഈ രാത്രികാലം അവിടുന്ന് ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രനെ മഹത്വപ്പെടുത്തും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.